JCI അലൂമിനി ദേശീയ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട വടകര JCI മുൻ പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പിന് വടകരയിൽ ഹൃദ്യമായ സ്വീകരണം നൽകി. വടകര JCI അലൂമിനി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. JCI മുൻ ദേശീയ അധ്യക്ഷൻ രാംകുമാർ മേനോൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മുൻ ദേശീയ നേതാക്കളായ അനൂപ് വി, ജയധീർ പി, JCI ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റ് രാകേഷ് നായർ, സോൺ പ്രസിഡന്റ് ഗോകുൽ JB, ജയഗോപാൽ ചന്ദ്രശേഖരൻ, രവീന്ദ്രൻ ചള്ളയിൽ, അജീഷ് ബാലകൃഷ്ണൻ, നവനീത് B, ഹരീഷ് ജയരാജ, PC ബൽറാം, ഷംസുദ്ദീൻ, സനൂജ് A, സംഗീത മനോജ്, രാജേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ദേവിദാസ് K അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷൈജു TK സ്വാഗതവും അനൂപ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം മുന്നിലിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളതിൻ്റെ പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. കാരണം എനിക്കൊറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളില്ലാതെ ഞാനും ഉണ്ടാവില്ല JCI പ്രസ്ഥാനത്തിൽ. അത് പൂർണ്ണ ബോധത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞ വാക്കുകളെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം ഉത്തരവാദിത്വം ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. വെറുതെ പറഞ്ഞതല്ല, നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു സുഖം തന്നെയാണ്. എൻ്റെ മകളിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ പറ്റി ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഇതെല്ലാം ശരിയാണ്. ഭാര്യ അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് വന്നിട്ട് വേറെ ഒരു ശരിയും ചിരിക്കുന്നുണ്ട്. മോൻ ഇങ്ങനെയാണോ അച്ഛൻ എന്നുള്ള രീതിയിൽ മകൻ്റെ ഒരു മുഖവും ഞാൻ കാണുന്നുണ്ട്. അതാണ് ഞാൻ കണ്ടിട്ട് ഞാൻ ഞാൻ മുഖം നോക്കുന്നുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ വീട്ടിൽ നിന്ന് JCI പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മളെ രക്തത്തിലുള്ള ഒരു സാധനമാണ്. ഏത് സമയവും JCI നമ്മള് ആ ഒരു നാഷണൽ കോർഡിനേറ്റർ പോസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതെല്ലാം നിർത്തി ഭാര്യയെ എന്ന് പറഞ്ഞൊരാളാണ്. അത് കഴിഞ്ഞ് 2000 കൊറോണ കഴിഞ്ഞ സമയത്തുണ്ട് ഒരാളുടെ വിളി ആദ്യം എനിക്ക് വരുന്നത്, രഞ്ജീവൻ എനിക്കൊരു പോസ്റ്റ് ഉണ്ട് കേട്ടോ, നീ എന്തായാലും അത് ഏറ്റെടുക്കാം. ജയന്തനാണ് വിളിച്ചതല്ല. എന്തായാലും അതല്ല പറയാം, നീ കോഴിക്കോട് കാരണം പോസ്റ്റ് എടുക്കുക. സോൺ വൈസ് ചെയർമാൻ JCI അലൂമിനി ക്ലബ്. ഇതെങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു രീതിയിലത്തെ ഒരു പ്രശ്നത്തിലാണ് ഞാൻ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയോ നല്ല മുഖം ഭാര്യയുടെ സമയത്തും അമ്മക്കും നല്ല മൂടുള്ള സമയത്തും ഞാൻ എങ്ങനെയല്ലോ അവതരിപ്പിച്ചു ആ സ്ഥാനത്തിലേക്ക് എത്തി. ഇത് മാത്രമേ ഉള്ളൂ, ഞാൻ അങ്ങോട്ടേക്ക് എന്തായാലും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, ഞാൻ സമയം തെളിയിപ്പിക്കുന്നില്ല. പിന്നെ ഈ നാഷണൽ ഇതിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളെല്ലാം വളരെ ആഗ്രഹത്തോടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിർത്തരുതെന്ന്. പക്ഷെ ആ ബാക്കിൽ ഇരിക്കുന്ന 4 ആളും 3 ആളും പറയുന്നുണ്ടാവും ഇത് മുന്നോട്ട് പോകണ്ടെന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അവരെ മനസ്സിലുണ്ടാവുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം ഞാൻ നിർത്തും അമ്മയെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇല്ലേ ഞാൻ എടുക്കുന്നത്. അപ്പം അതിന്റെ മുകളിലോട്ടുള്ള സർവേഷന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്താണ് ഇപ്പോൾ എടുത്തത് അത് ചെയ്യാം. ബാക്കി നമ്മൾക്ക് വരേണ്ടത് നമ്മൾ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യതപ്പെട്ട് നമുക്ക് വരുന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അതിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ഞാൻ മാഹി ജൂനിയർ ചേംബർ എന്നുള്ള ഇതിലായിരുന്നു ഞാൻ എൻ്റെ തുടക്കം. രാജീവ് ഡോക്ടറായിരുന്നു. അപ്പം എന്തായാലും സന്തോഷം. പുതിയ മെമ്പർമാരോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, JCIനെ കൊണ്ട് നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷെ നമ്മൾ അതിൽ ഇറങ്ങി ചെല്ലണം. ഇറങ്ങാതെ കാശ് കൊടുത്തുകൊണ്ട് മാത്രം നമുക്ക് ഇതിൽ ഒരു ഗുണവും കിട്ടില്ല. അതുകൊണ്ട് JCI ഓൾവേസ് JCI. എന്തായാലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. വടകരയുടെ JCI വടകര ടൗൺ എന്നുള്ള പേര് ഉയർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരിലുള്ളതാണ്. പുതിയ തലമുറ വരുന്നുണ്ടെങ്കിലും അവരെ കൂടെ നിന്ന് കൊടുക്കാൻ അവരെ ലീഡർ, അല്ലെങ്കിൽ ഞാൻ വലിയ ലീഡർ എന്ന രീതിയിൽ അവരെ കൂടുതൽ ഒരാളായി നിന്നുകൊണ്ട് നമ്മൾ ഉയർച്ചയിലേക്ക് വരേണ്ട കാര്യം ചെയ്യണം. നവനീത് വളരെ നല്ല രീതിയിലും സെക്രട്ടറിയും കാര്യങ്ങളും പരിപാടികൾ നടത്തുന്നുണ്ട്. അതുപോലെ എൻ്റെ ഷോപ്പിലെ ആൾക്കാരുകളും ഇവിടെ ഉണ്ട്. ഇത്ര നേരമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരും ഞാൻ എന്നെ കാണാത്തോണ്ട് കാണാത്തെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെങ്കിൽ ഈ കൊല്ലം ഞാൻ ചെറുക്കാൻ എൻ്റെ സ്കൂളും സ്ഥാപനത്തിൽ നിന്ന് മാറുന്നു. എൻ്റെ വീട്ടിലെ കുടുംബത്തിനോട് ഞാൻ പറഞ്ഞത് എന്നെ ഈ കൊല്ലം കുറച്ച് കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള മുൻകൂർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ നാഷണൽ വൈസ് ചെയർമാൻ പോസ്റ്റിലേക്ക് വന്നത്. അതുപോലെ സംഗീത മാഡം തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കുക. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ 2011 കട്ടക്ക് നിന്നിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള ഒരു JCI ചാപ്റ്റേഴ്സിനാണ്. എന്താണ് അതിലും അവാർഡ് മുപ്പർക്കും കൂടി അന്നത്തെ അനുഭവമായി കൊടുത്ത ഒരാളാണ്. അപ്പം അതൊന്നും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താണ് നമ്മൾ കൂടെ നിന്ന ആൾക്കാർ ഒരിക്കലും മറക്കില്ല. രവിയേട്ടനാണെങ്കിലും ഞാൻ വിളിച്ചത് മുഴുവൻ പഴയ എന്താണ് അന്ന് മുതൽ ആൾക്കാരെയാണ്. എന്താണ് പുതിയ ആൾക്കാർക്കാട്ടും പഴയ ആൾക്കാരാണ് നമ്മളെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ ആൾക്കാർ ഇപ്പം ഞങ്ങൾ കൂടെ നിൽക്കുന്നു.
അതുകൊണ്ട് എപ്പോഴും കൂടി ഉണ്ടാവുക. ഇത് വളരെ എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാം ചെയ്തതിനുള്ള എല്ലാ സന്തോഷവും ഞാൻ അറിയിക്കുന്നു. എല്ലാവിധ നന്ദിയും ഞാൻ ഈ നിമിഷത്തിൽ അറിയിക്കുന്നു.